ഒരു വ്യക്തിയിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് നമ്മളത് കണ്ടെത്തി പരിഹരിച്ചതിന് ശേഷം ഒരു മാരേജിലേക്കൊക്കെ പോവുക. നമ്മുടെ ബലഹീനതകൾ കൈകാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് മുഴുവൻ ഏറ്റെടുക്കാനുള്ള ആളാണ് നമ്മുടെ പാർട്ട്ണർ എന്നുള്ള ചിന്ത അത് പാടില്ല. വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദ ഫോം ഓഫ് മെയിൽ ഓർ ഫീമെയിൽ. അവരൊരു വ്യക്തിയായി കണ്ട് ബഹുമാനിക്കുക, സ്നേഹിക്കുക. അപ്പോൾ അത് ബന്ധമെല്ലാം നന്നായിട്ട് പോയിക്കോളും. ഹായ്, ദിസ് ഇസ് ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഷീ സ്പേസിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമല്ല, പ്രീ മാരിറ്റൽ ഗൈഡൻസ് ഫോർ മെൻ ആണത്. ഈ ഒരു ടോപ്പിക്ക് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഊബറിൽ യാത്ര ചെയ്ത സമയത്ത് ഊബറിൻ്റെ ഡ്രൈവർ പരിചയപ്പെടാനിടയായപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണെന്നൊക്കെ ആൾ മാരേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 27-28 ഇയേഴ്സ് മാരേജ് നോക്കണമെന്നുണ്ട്. പക്ഷേ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നോട് പറയണം, മാഡം ഇപ്പം പെണ്ണ് കിട്ടാനില്ല, മാരേജ് അതാണൊരു പ്രശ്നം. പെൺകുട്ടികളെല്ലാം, ഇയാൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആളൊക്കെയാണ്, എല്ലാവരും ക്വാളിഫൈഡ് ആണ്, എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പം മാരേജ് വേണ്ടെന്ന് പറഞ്ഞാണ് കുറേ പേര് ഇരിക്കുന്നത്. എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആർക്കും പഴയ പോലെയൊന്നും സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും ആരും തയ്യാറല്ല. പെട്ടെന്ന് മാരേജൊക്കെ ഡൈവോഴ്സിലൊക്കെ എത്തുന്നു. തന്നെയല്ല, ആളെ കിട്ടുന്നുമില്ല. അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇയാൾ മാരേജിന് റെഡിയാണോ, എന്താണ് ഇയാളെ സംബന്ധിച്ച്? കുഴപ്പമില്ല, ഒന്ന് ഫിനാൻഷ്യലിയൊക്കെ ഒന്നുകൂടി ആയിട്ട് അതിലേക്ക് വരണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കാര്യം, എന്തെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും പ്രോബ്ലംസൊക്കെ, നമുക്കുള്ള വിഷമങ്ങൾ, നമുക്ക് ദേഷ്യം, നമ്മുടെ അസ്വസ്ഥതകൾ, ഇതെല്ലാം വെച്ചുകൊണ്ടൊരു മാരേജിലേക്ക് പോകുമ്പം അത് പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. നമ്മൾ മാക്സിമം ക്ലിയറായിട്ട്, ഇപ്പം ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം ചില ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴുണ്ടല്ലോ, ഫിസിക്കൽ ഫിറ്റ്നസ്, ഇപ്പോൾ പൈലറ്റിൻ്റെ ജോലി, അതിൻ്റെ വിഷൻ സെൻസസ് ഒക്കെ ഭയങ്കര ഷാർപ്പാണോ എന്ന് നോക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമാണല്ലോ അതിൽ ഇത് കിട്ടുള്ളൂ, ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു മാരേജിലേക്ക് പോകുമ്പം നമ്മൾ ആരോഗ്യം ഉള്ളവരാണോ എന്ന് നോക്കുന്ന പോലെ മാനസിക ആരോഗ്യമുള്ളവരാണോ എന്ന് കൂടി നോക്കണം. പ്രത്യേകിച്ചും ഇന്നത്തെ സിനാരിയോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ പോലെ എന്ത് ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട്, ഏത് അബ്യൂസും താങ്ങിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഇന്ന് ആൾക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളൊരു പ്രയാസം. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, ഇയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, എന്താണ് ഇയാൾ മാരേജിനെ ബുദ്ധിമുട്ടിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, മുൻകോപം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ മാറും, പക്ഷേ ഭയങ്കര ദേഷ്യം വരുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിന് ഇയാളൊരു ബുക്കിംഗ് എടുത്ത് തെറാപ്പി ചെയ്യുക, അപ്പോൾ ശരിയാകും, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ദേഷ്യമുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട്, എനിക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഈ 2 കാര്യങ്ങളും കൈകാര്യം ചെയ്ത് അത് ഒരു മാനേജ് ചെയ്ത് റിസോൾവ് ചെയ്തിട്ടേ മാരേജിലേക്ക് ചിന്തിക്കാവുള്ളൂ. ഇത് വെച്ചുകൊണ്ട് മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു പെട്ടെന്ന് തന്നെ അത് മാരേജ് ഡൈവോഴ്സിലേക്കും അല്ലെങ്കിൽ പ്രശ്നത്തിലേക്കും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് റിസോൾവ് ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഈ മാരേജ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനകത്തെന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് 2 പേർക്കും വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദ ഫോം ഓഫ് മെയിൽ ഓർ ഫീമെയിൽ. ഇതെല്ലാവരും മനസ്സിലാക്കണം. സാധാരണ ഇതിപ്പം ഒരു സ്ത്രീകളെ ആകുമ്പം അവർ എല്ലാ തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യും, ഏത് സാഹചര്യമായിട്ട് പൊരുത്തപ്പെടും, എല്ലാം സഹിക്കും. അങ്ങനെയുള്ള ഒരു ട്രഡീഷണൽ കൺസെപ്റ്റാണ് നമുക്ക് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഇതുപോലെ ഒന്ന് മൂവ് ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളൊരിതല്ല വേണ്ടത്. അവരൊരു വ്യക്തിയായി കണ്ട് ബഹുമാനിക്കുക, സ്നേഹിക്കുക. അപ്പോൾ അത് ബന്ധമെല്ലാം നന്നായിട്ട് പോയിക്കോളും. അല്ലാതെ പഴയ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് പോലെ ഇതിപ്പം എൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ പെണ്ണാണ്, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ അവളോടത്ത് ചൂടാകും, ദേഷ്യപ്പെടും. അല്ലാതെ സ്നേഹിക്കാൻ തോന്നുമ്പോൾ സ്നേഹിക്കും, അല്ല അബ്യൂസ് ചെയ്യാൻ തോന്നുമ്പോൾ അബ്യൂസ് ചെയ്യും. എന്തായാലും എൻ്റെ കൂടെ തന്നെ എവിടെയും പോകില്ല, അവൾക്ക് അങ്ങനെ ഒരു സെപ്പറേറ്റ് സ്ഥലമില്ല, അങ്ങനത്തെയൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു അപ്പോൾ പറയാണ്, ഇതൊക്കെ തന്നെ ഇത് മനസ്സിൻ്റെ ബേസ് ലൈനിൽ ഈ തോട്ട് ഉണ്ടെന്ന് എന്നോട് സമ്മതിക്കുകയാണ് ചെയ്തത്.
അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വിചാരിച്ച കാര്യം നടക്കില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് വേറൊരു ഇൻഡിവിജ്വൽ തന്നെയാണ്. ആ ഇൻഡിവിജ്വലിന് ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ അത് പിന്നെ വർക്കാവുള്ളൂ ആ ഒരു ബന്ധം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലേൺ ചെയ്തെടുക്കണം. ആദ്യം തന്നെ എന്തായാലും ആ പറഞ്ഞ വ്യക്തി ചെയ്യേണ്ടത് അതിൻ്റെ ഷോർട്ട് ടെമ്പർമെൻറ്റ് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ആ രീതിയിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് റെഡിയാക്കി എടുക്കാനുമുള്ള തെറാപ്പി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതാത് മാലിന്യ സംസ്കരണം, നമ്മളിപ്പോൾ എല്ലാ നിയമവും അങ്ങനെയല്ലേ, അതാത് ഫ്ലാറ്റുകൾ അതാത് വീടുകളിൽ അതാത് മാലിന്യം സംസ്കരിക്കണം എന്ന് പറയില്ലേ. അപ്പം നമ്മളുടെ ഒരു വ്യക്തിയിലുള്ള പിന്നെ ബിഹേവിയറൽ പ്രോബ്ലംസ് നമ്മളത് കണ്ടെത്തി പരിഹരിച്ചതിന് ശേഷം ഒരു മാരേജിലേക്കൊക്കെ പോവുക, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ. അല്ല എങ്കിൽ നമുക്കത് ലോങ് ടേമിൽ കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ബലഹീനതകൾ കൈകാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് മുഴുവൻ ഏറ്റെടുക്കാനുള്ള ആളാണ് നമ്മുടെ പാർട്ട്ണർ എന്നുള്ള ചിന്ത അത് പാടില്ല. നമ്മുടെ പാർട്ട്ണർ വന്നേക്കുന്നത് നമ്മുടെ കൂടെ സ്നേഹമായിട്ട് ഒരുമിച്ച് ജീവിക്കാനാണ്. അല്ലാതെ നമുക്ക് അൺറിസോൾവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിസോൾവ് ചെയ്യാനുള്ള ഒരാളാണെന്ന് ചിന്തിക്കാതിരിക്കുക. പിന്നെ ട്രഡീഷണലായിട്ട് തിങ്ക് ചെയ്യാൻ ഭാര്യ എല്ലാ കാര്യങ്ങളും ചെയ്യണം, വീട്ടിലെല്ലാ പണികളും കുഞ്ഞുങ്ങളുടെ കാര്യം കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കണം, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് തന്നെ വിചാരിക്കുക. അങ്ങനെ സ്ത്രീകൾ പോലും അങ്ങനെ സ്വയം വിചാരിക്കുന്നില്ല എന്നുള്ളൊരു രീതിയാണ്. അങ്ങനെയാണ് ട്രഡീഷണലി അങ്ങനെ ബ്രെയിൻ വയറിങ് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിനെ പലരും ഇങ്ങനെ കളിയാക്കിയിട്ട് കുലസ്ത്രീ എന്നോ കുലപുരുഷൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതിലാണ് എനിക്ക് സന്തോഷം കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു കാര്യം അത് സെൽഫ് എക്സ്പ്രഷനാണ്. അതിൻ്റെ കഴിവുകളെല്ലാം നമുക്ക് പ്രകടിപ്പിക്കാനും ആ പ്രതിഭ പുഷ്പിക്കാനും സാധിക്കണം. അതും കൂടെയാണ് നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആകുന്നത്. അതിന് സഹായിക്കുന്നതായിരിക്കണം നമ്മുടെ ഒരു മാരേജ് എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് നമ്മൾ മാരേജിനെ ഒന്ന് മാറ്റി ഒരു ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് കൊടുത്ത് ഹെൽത്തി ആയിട്ട് നോക്കി കാണുകയാണെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മാരേജിനടുത്തുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യുകയാണ്. ഹാപ്പി ലൈഫ്.